ഓടിയിട്ട് എത്തുന്നില്ലല്ലോ. അതെ, ഇപ്പൊ നമ്മളിപ്പോ അവിടെ വന്നിരിക്കുന്നത് കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റ് വന്നേക്കാണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് ഇത് നമ്മുടെ റെഡ്വുഡ് ഫോറസ്റ്റ് ഉണ്ട്, അനു ഓർക്കുന്നുണ്ടോ? ഓസ്ട്രേലിയയില് ഏകദേശം അതിനോട് സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ അത് വേറെ ഇത് വേറെ. അതെ. അപ്പൊ നേരെ നമുക്ക് മുകളിലോട്ട് കയറി നേരെ പൈൻ കാടുകൾക്കിടയിലൂടെ മറ്റേ യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ രണ്ട് യുവമിഥുനങ്ങൾ എന്ന് പറയുന്നത് പോലെ അല്ലേ? ഇതിപ്പോ 4 പേരുണ്ട്. ഏതായാലും നമുക്ക് മോള് വരെ ഒന്ന് പോയി നോക്കാം. പിന്നെ ഇനി ഇവിടെ തേക്കടിക്കാണ് 35 കിലോമീറ്റർ ഉള്ളൂ, അവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പം അവിടെ എത്തുന്നതിന് മുമ്പുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ, ഇനിയും ഉച്ചയ്ക്ക് കഴിക്കണം, ഫുഡ് കഴിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ? അപ്പോൾ നേരെ മുകളിലോട്ട് കയറിയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വീണ്ടും മലയിറങ്ങി കുമിളിയിലോട്ട്. നേരത്തെ ഞാൻ ഇങ്ങോട്ട് മുകളിലോട്ടൊന്നും കയറുന്നില്ല, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഇങ്ങനെ നല്ല 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 പ്ലേസാണ്. ആ സ്ഥലത്തോട്ട് കുറേ വ്യൂ ഉണ്ടല്ലേ? അതെ, അടിപൊളി സ്ഥലം, നല്ല രസമായിട്ടുള്ള സ്ഥലം. എങ്ങനെയുണ്ട് അതിന് സ്ഥലം? ഒന്നും പറയാനില്ല, അടിപൊളി. വന്നിട്ടില്ല ഇവിടെ നേരത്തെ? പിന്നെ നല്ല ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, ചൂടുമില്ല, വലിയ തണുപ്പുമില്ല അല്ലേ? നല്ല വെയിലും കൊണ്ട് തന്നെ. അതെ, ഇവിടെ വരുമ്പോൾ നിനക്ക് ഇത് കണ്ടിട്ട് എന്നാ പാട്ട് പാടാൻ തോന്നുന്നു? ചിത്രത്തിനകത്തൊരു പാട്ടുണ്ടല്ലോ, ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചമ്പഴുക്ക ഞാനെന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിയിലെത്താം പാലത്തിൽ, ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചമ്പഴുക്ക. ആ സിനിമയുടെ ഏകദേശം ഇതല്ല, ഒരു ലൊക്കേഷനിലാണ് അത്. മോഹൻലാലും അവരിവിടെ ഓടിയുള്ള ഒരു പാട്ട് സീനാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു പാട്ട് സീനാണ്. മനോജ് പറഞ്ഞു വിശപ്പിന്റെ വിളി വന്നു, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടെ. സത്യം പറഞ്ഞ് ഇത് കാണുമ്പോഴത്തേനും വായി കൊതി ഊറുവാണ്. കാരണം നമ്മൾ കൊച്ചുനാളിൽ തൊട്ട് കാണാൻ തുടങ്ങിയ പലഹാരങ്ങളാണിത്. അല്ല, പലഹാരം മാത്രമല്ല, ഈ ആ ഒരു പെട്ടിയില്ല, അതാണ് അതിനകത്ത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സാധനമാണ്. ആ പെട്ടിക്കകത്ത് അത് ഇരിക്കുന്നത് കാണുമ്പോൾ പഴയ കാലം ഓർമ്മ വരും. അല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത. ഏത്തക്കാപ്പൊക്കെ എല്ലായിടത്തും കിട്ടും, പക്ഷേ ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പെട്ടി ഇതുപോലെ കുഞ്ഞു ചായക്കട, അത് പൊളിക്കും. നമ്മളെ മോളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഏറ്റവും ബെസ്റ്റ് വെള്ളം, അതായത് അല്ല തവളമുള്ളാത്ത വെള്ളം. അതെ, തവളമുള്ളാത്ത വെള്ളമാണ് കരിക്കും വെള്ളത്തിനകത്ത് യാതൊരു വിധത്തിലുള്ള മാലിന്യമില്ല. ബാക്കിയുള്ള കിണറ്റിലൊക്കെ ചില മാക്രിയൊക്കെ അത് എത്രയാണെന്ന് പറഞ്ഞാൽ. ചേച്ചി എത്ര രൂപ? 60 രൂപ. എത്ര 4 എണ്ണം? അടി നല്ല കരിക്ക് ചേച്ചി, നാടൻ കരിക്കും അല്ലേ? അടിപൊളി കരിക്ക് കേട്ടോ. തണുത്ത അന്തരീക്ഷത്തിലേ നല്ല തണുത്ത കരിക്കും വെള്ളം. നമ്മൾ ഇവിടെ നിങ്ങൾ ഇറങ്ങി അതിൽ വേറൊരു ഗ്യാസും കൊണ്ടിരുന്നു, പ്രത്യേക ഗ്യാസും. അതെനിക്ക് ഗ്യാസിന്റെ രാവിലെ ഇത് കഴിച്ചായിരുന്നു, ഗുളിക. ഗ്യാസിന്റെ ഗുളിക കഴിക്കാത്തതിന്റെയാണ്. അതെ, ഇതിപ്പം ഞങ്ങൾ വന്ന പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം. പരുന്തുംപാറ ഭയങ്കര വ്യൂ പോയിന്റ് ആണ്. പണ്ട് കാലത്ത് ഞാൻ 10 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാ. അന്ന് ഒരൊറ്റ ഒരു കട ഇല്ലെന്ന് തന്നെ. ഞാൻ വന്നപ്പോ ഏകദേശം അത്ര നാളെ ആയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇവിടെ ഒന്നും കടകളൊന്നും ഇല്ല. അവിടെ ഒരു അമ്പലം ഉണ്ട്, അവിടെ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ മുകളിലോട്ട് കയറിയ വ്യൂ പോയിന്റ് നല്ല രസമാണ്. അങ്ങോട്ട് നടന്നു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ, അടിപൊളിയായിട്ട്. അവിടെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ആ മനുഷ്യർ കയറി ഇരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെല്ലാം, അങ്ങോട്ടൊക്കെ ചെല്ലാം. അവിടെ വ്യൂ പോയിന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്തുമാത്രം കടകളാണ് നോക്കി, ഒത്തിരി കടകളുണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോൾ പിന്നെ അവിടെ അങ്ങോട്ട് മുകളിലോട്ട് കാണുമ്പോൾ ഓഫ് റോഡ് ജീപ്പുകളും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓഫ് റോഡിൻ്റെ സർവീസ്, അങ്ങനെ പല പരിപാടികളുണ്ട്. നമ്മളെ അനുഭവം നിൽക്കുന്നത് എന്നാ, ഏത് പള്ളിയാണെന്നറിയോ? നമ്മൾ പരുന്തുംപാറയെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പട്ടുമല പള്ളി, ഇതാണ് പട്ടുമല പള്ളി. വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. ഇവിടെ വന്ന് നേർച്ചിട്ടിട്ട് സാധാരണ ആൾക്കാരൊക്കെ പോകുള്ളൂ. ഇവിടെ സന്ദർശിച്ച് ഈ തേയിലക്കാടെ കണ്ടിട്ടാണ് ആൾക്കാർ പോകുന്നത്. നല്ല വ്യൂ എന്ന് വെച്ചാൽ ആ തേയിലക്കാടുകൾക്കിടയിൽ ഒരു പള്ളിയല്ലേ, അതാണ് അതിന്റെ ബ്യൂട്ടി. പക്ഷെ അതിന്റെ ഡ്രോൺ ഷോട്ട് എടുക്കാമെങ്കിൽ പൊളിച്ചാനാണ്, അടിപൊളിയാണ്. അതായത് നോക്കാം. അല്ല, എന്നാ പള്ളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്, ഭയങ്കര രസമാണ്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മുടെ കുമളിയിലെത്തിയേക്കാണ്. കുമളി തേക്കടി റൂട്ടിലാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അമ്പാടി പഴയ ഒരു ഹോട്ടലാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലവും കൂടെ. അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയായിരുന്നു എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ നേരെ അമ്പാടി വെറും 1 കിലോമീറ്റർ മാത്രം. വയറൊക്കെ വിശന്ന് തുടങ്ങി അല്ലേ? വിളി വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ചൂളമടി വെക്കുന്നുണ്ട്, ചൂളമടി. അടിപൊളി. അപ്പം ഞങ്ങളിതേ നമ്മുടെ ഹോട്ടൽ അമ്പാടി ഒന്ന് ചെക്ക് ഇൻ ചെയ്തേക്കാണ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുമളി വരെ നല്ല യാത്ര, നല്ല ക്ലൈമറ്റ്, തണുത്ത അന്തരീക്ഷം. ആണോ? അടിപൊളിയായിരുന്നു. ചൂടുണ്ടെന്ന് അറിയത്തേ ഇല്ലായിരുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. മുമ്പേ നല്ലൊരു കൂർക്കം കേട്ടു. അത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മള് നല്ല രസമുണ്ട്. ആ ബൊഹേൻമില്ലുണ്ടോ, സൂപ്പർ ആവുന്നത് അല്ലേ? നല്ല കിട്ടു സംഭവമാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിക്കുകയാണ് ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തേക്കടിക്ക് ഒന്ന് പോകുന്ന കണ്ടെങ്കിൽ ബോട്ടിങ്ങിന് പറ്റുമെങ്കിൽ പോകണം, ഇല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് ഒന്ന് തൊട്ട് തല്ലുപടി പോകണം എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം നമ്മൾ നേരെ റൂമിലോട്ട് കയറുന്നു, റൂമൊക്കെ കാണിക്കാം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള ഒരു യാത്രയാണ്. വയറ്റിൽ നിന്ന് ഒരു ചെറിയ വിളിയും വരുന്നുണ്ട്. കഴിഞ്ഞ മണവും. അതെ, അത് വണ്ടിയുടെ ആയിരിക്കും. കൂട്ടുകാരൻ നമ്മുടെ സ്വന്തം കൂട്ടുകാരാ, പൂർവീര. ഇതാണ് നമ്മുടെ റൂമിലെ. ഇത് ഒരു റൂമ്, ഇത് ഒരു റൂം. അപ്പം 2 പേർ റൂമില്, 2 പേരുടെ റൂമില്. ആ റൂമിൽ ഓക്കെയാണ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള ഇരുന്നു. ഇവിടെ ഈ ഹോട്ടലിൽ വരുന്ന പെരിയാർ നല്ല ഫുഡാണ്. ചോറിനുള്ള വെയിറ്റിംഗ് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. മീൽസ് പപ്പടമൊക്കെ അല്ലേ? പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്, മീൻ സാറുണ്ട്. ശരി, ഈ ചോറ് മാത്രം വന്നാൽ മതി. നമ്മുടെ എങ്ങനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി യാത്രയല്ല. സോഫാർ സോ ഗുഡാണ്. ചോറിനുള്ള ഒരു വെയിറ്റിംഗിലാണ്. അതിൽ കറിയല്ല. അപ്പോൾ എല്ലാം ഓൾ സെറ്റ്. ചോറ് വന്നേക്കാണ്. ചോറ് വന്നു. ഇനിയും ഒരു മത്സരമല്ല കേട്ടല്ലോ, ഒരു മത്സരമല്ല, വിശപ്പിന് വേണ്ടിയുള്ള വിളിയാ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അല്ലേനു, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള ഈ ഐറ്റംസ്, ഈ എന്താ പറയുക, ഇതിൻ്റെ പേര് അമ്പാടി ജംഗ്ഷൻ. ഈ ഹോട്ടലിൻ്റെ പേര് അമ്പാടി ഹോട്ടൽ എന്നാണ്. അതാണ് അമ്പാടി ജംഗ്ഷൻ എന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ഈ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. നമ്മളിനി നേരെ തേക്കടിക്കുള്ളൊരു യാത്രയിലാണ്. ബോട്ടിങ്ങിൻ്റെ അവിടെ ക്യാമറ എടുത്തിട്ടുണ്ട്. വൈൽഡ് ലൈഫിൽ എന്തെങ്കിലും കിട്ടും. പക്ഷേ ഇത് എടുക്കുന്ന ദിവസമൊന്നും കിട്ടാറില്ല. ഇത് മാറ്റി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. ഏതായാലും നമുക്ക് നോക്കാം. അവിടെ ബസ്സിൽ കയറി ബോട്ടിങ്ങിനുണ്ടോയെന്ന് എനിക്ക് സമയം പോയെന്ന് തോന്നുന്നു. ബോട്ടിങ് എല്ലാവരും ലാസ്റ്റ് ഉള്ളൂ. അപ്പം നമുക്ക് ആ തേക്കടിയൊക്കെ ഒന്ന് പോയി വീക്ഷിച്ച് അവിടെ ചായ കുടിച്ചിട്ട് വരാം. അതാണ് നല്ലത്. അവിടെ ഇരുന്ന് വനങ്ങളുടെ അഗാധത്തിലേക്ക് ഊളിയിട്ട് നോക്കി ഒരു ചായ കുടിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മാധുര്യം ഇറങ്ങും കിട്ടില്ല. അപ്പം നേരെ ചായ കുടിക്കാൻ തേക്കടിക്ക് വെറും 5 കിലോമീറ്റർ മാത്രം വനത്തിനുള്ളിലൂടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തല്ല പിന്നെ. അപ്പം നേരെ നമ്മൾ തേക്കടി. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ അല്ലേ? കുറച്ചേ ഉള്ളൂ. ബോട്ടിങ് നമ്മൾ പോകുന്നില്ല, ഫുള്ളാവുള്ളത്. അങ്ങനെ കുറേ നാളത്തെ 10-12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തേക്കടിയിലെത്തിയിരിക്കുകയാണ്. ബോട്ടിങ് നടക്കൂല, ബോട്ടിങ് നടക്കുകയല്ല, ബോട്ടിങ് നടക്കും. നമ്മളെ കയറ്റാതെ ബോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വീക്ഷിക്കാം. അതുകൂടെ ഒരു ചായ അടിക്കണം. ബാ, ഹലോ. ഇവിടെ വന്ന് മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും അതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ഒരു താഴെ ഒരു മ്ലാവിന്റെ കുഞ്ഞ് നിപ്പുണ്ട്. പിന്നെ ലങ്കൂർ മങ്കീസ് ഉണ്ട് അവിടെ. അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ തൊട്ട് നേരെ മുകളിൽ സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ. സൗണ്ട് ഉണ്ടാക്കുന്ന ഇവനാ. നേരെ മുകളിലോട്ട് നിൽക്കും. തേക്കടി വന്നിട്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ മനോജെ. 1-2 കുരങ്ങന്മാരെ കണ്ടു, മാവിനെ കണ്ടു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ചെറിയ ബേഡ്സിനെ കണ്ടു. അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് അടുത്ത വണ്ടിക്ക് റൂമിൽ പോകണം, അല്ലെങ്കിൽ കടുവ പിടിക്കും.
അതെ കടുവ ഇറക്കാൻ സമയമായി. അങ്ങനെയല്ലോ എന്നെ ഒന്ന് കാണാൻ കടുവയെ കണ്ടത് അവിടെ ഒരു പടത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് കണ്ടിട്ട് പോയതല്ല. പക്ഷെ ഒരു കാമാൻ കോറ്റ സ്ഥലം അല്ലേ, സൈലന്റ് ഏരിയ. നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജി ചെയ്യുന്നതല്ലോ. കാരണം പണ്ട് സ്കൂളിൽ നിന്ന് ആദ്യം ടൂർ വന്ന് തേക്കടിയാണ്, അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് സബ്സ്ക്രൈബറെ കണ്ടു. അതെ, നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടു, അദ്ദേഹം ഓടി വന്നു. പിന്നെ മനോജിന്റെ ഫാൻസ് തേക്കടിയുടെ ഇതിലൊരു പാട്ട് പാടിക്കേ. മിടുമിടുക്കി അവിടുത്തെ കാറ്റാണ് കാറ്റ്, മഴയോരം മഞ്ഞാണു മഞ്ഞ്. നമ്മളെ തേക്കടി വന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന് പറയുന്നത്. നിൽക്കുന്ന ഒന്നാമതൊരു മ്ലാവ് ഉണ്ടോ, ഒന്നാമതൊരു മ്ലാവ്. അതിന് കുറഞ്ഞ ഒരു 10 വയസ്സേക്കും വരും. ഇതാണ് മ്ലാവ്, മാനല്ല മ്ലാവ്. ഇതവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വനത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ സാധനം. അപ്പോൾ നമ്മൾ തേക്കടിയിൽ നിന്ന് പോവാണ് അല്ലേ, ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിനിപ്പുറമേ ക്യൂ നിൽക്കുക. കാരണം എല്ലാം ഇപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ക്യൂ എല്ലാം ഉണ്ട്. നല്ല കാര്യമാണ്. നമ്മൾ റൂം എടുത്തേക്കുന്നത് തേക്കടിയിലെ അമ്പാടി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇത് നേരത്തെ ഞാൻ ഇവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്, പക്ഷേ താമസിച്ചിട്ടില്ല. അന്ന് നമ്മളിത് കണ്ടുകെട്ട് പോയതാണ്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന അമ്പാടി എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ തൊട്ട് അമ്പാടി ജംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 2 റൂമാണ്. 2 മനോജനും അനുവിൻ്റെ അപ്പുറത്ത്, അനൂപിനും നമുക്ക് ഇപ്പുറത്തുണ്ട്. ഇതാണ് നമ്മൾ ബെഡ്റൂം. ഇത് ഡബിളാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഇതാണ്, നമുക്ക് ഈ പഴയ സ്റ്റീൽ ഇത് വെക്കുന്ന കുറച്ച് എന്തോ സാധനമൊക്കെ വെക്കാനുള്ള നമ്മുടെ തുണി എടുത്ത് വെക്കാനുള്ള സംഭവങ്ങളിവിടെ. ചെറിയ എല്ലാവരും പഴയ ഹെറിറ്റേജ് മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിയിൽ നിന്ന് കാണുന്നതിന് നമുക്കറിയാലോ. ഇതാണ്, ഇത് ക്യൂൻ ബെഡാണ്. ഇത് അവിടെ നിങ്ങളുടെ ചെറിയ ലൈറ്റ്. പക്ഷേ ഒരു പ്രത്യേകത എന്താ പറയുക, TV ഇല്ല അനുഭവം. അതെന്തുകൂടെ അറിയോ, കാരണം ഇവിടെ കഥകളി, കളരിപ്പയറ്റ് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കോർഡിനേഷന് വേണ്ടി. അപ്പോൾ ഈ TV ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മടിക്കും അതൊക്കെ കാണാനായിട്ട്. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു TV ഇല്ലായിരിക്കുമല്ലോ. പഴയ ഹെയർ സ്റ്റൈൽ അവിടെ കുറച്ചൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ബാൽക്കണിയാണ്. പിന്നെ പഴയ ഒരു അറയും നിരയുള്ള ഒരു പെരയുടെയൊക്കെ സെറ്റപ്പാണ്. പിന്നെ 2 സീറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഈ പക്ഷികളെയും മൃഗങ്ങളെ കാണത്തില്ല. മാവൊക്കെ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മലയണ ഇവിടെ ഈ മരത്തിലിറക്കി കാണും ഈ ചക്കകൾ. പക്ഷേ ഇപ്പോഴില്ല, അൺഫോർച്യുനേറ്റ്ലി അതിനെ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നേരെ തേക്കടിക്ക് വിട്ടാലോ, പോയാലോ? അപ്പോൾ നേരെ തേക്കടി. കഥകളിയൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കഥകളിയായിരുന്നു. കഥകളി നമ്മൾ പണ്ട് കാലത്ത് കണ്ടെന്ന് പറഞ്ഞാലും കഥകളി അറിയണമെന്നുണ്ടെങ്കിൽ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് കഥകളി കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ കുമ്മളിയുടെ ഹൃദയ ഇനി എന്തെങ്കിലും കഴിക്കണം തീർച്ചയായിട്ടും. കഴിച്ചാലോ? അപ്പോൾ നമ്മൾ തേക്കടി സാധനത്തിലിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളീയ ദേശീയ ഭക്ഷണം പൊറോട്ട വല്ലപ്പോഴും ഉള്ളൂ അല്ലേ. ഇപ്പം ഫ്രൈഡ് റൈസ്, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, ചപ്പാത്തി. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളിയല്ലേ. ഇപ്പൊ ഒരു ഐറ്റം വരാനുണ്ട്, ഓംലെറ്റ്. അതെ. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ അല്ലേ, നമ്മുടെ തേക്കടിയും കുമളിയും പ്രാന്തപ്രദേശങ്ങളും അണിയിച്ചൊരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക. ആ ചെറിയൊരു മണി പോലത്തെ സാധനമില്ല, അതിലൊന്ന് ഞെക്കിയേക്കണേ, എങ്കിലും ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നിനും ഒരു മടിയും കാണിക്കണ്ട, എല്ലാം അർമാദിക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്, സൂപ്പർ. പുള്ളി കഴിക്കുമ്പോൾ സംസാരിക്കുക. നന്ദി, നമസ്കാരം.